ഒരു പേഴ്സൺ ആയിരിക്കും ആ ബിസിനസ് ബിൽഡ് ചെയ്ത് വന്നിട്ടുണ്ടാവുക. ശരിക്ക് ആ സമയത്ത് നമ്മൾ ആ ബിസിനസ്സിനെ സെൽഫ് എംപ്ലോയ്മെൻ്റ് ആയിട്ടാണ് നമ്മൾ കാണേണ്ടത്. പിന്നീടായിരിക്കും ടീമിനൊക്കെ സെറ്റ് ചെയ്ത്, പ്രോസസ്സുകളൊക്കെ സെറ്റ് ചെയ്ത്, ഫ്ലോസുകളൊക്കെ സെറ്റ് ചെയ്ത്, സിസ്റ്റംസുകൾ സെറ്റ് ചെയ്ത് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ എല്ലാ MSMEയിലും കാണാറുണ്ട്. ഒരിക്കലും നമ്മൾ എല്ലാ സിസ്റ്റംസും സെറ്റ് ചെയ്തിട്ടല്ല ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അവിടെ ആ ഒരു ട്രാൻസ്ഫോർമേഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കുന്നത്. ഹായ്, ഞാൻ റബി പാറക്കൽ. നമ്മൾ ഈ ചാനലിൽ കസ്റ്റമർ സൈക്കോളജിയുടെ ഒരു കണ്ണിലൂടെ എങ്ങനെ ബെറ്റർ ബിസിനസ്സുകളെ ബിൽഡ് ചെയ്യാം എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസുകളാണ് ചർച്ച ചെയ്യാറുള്ളത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു പേഴ്സണായി നിന്നുകൊണ്ട് ബിസിനസ് റൺ ചെയ്യുന്ന സമയത്ത് ഒരുപാട് പീപ്പിൾ ഇൻറ്ററാക്ഷൻസുകൾ ഉണ്ടാവും. കസ്റ്റമേഴ്സ് ആയിട്ടുണ്ടാവും പ്രധാനമായിട്ടും, പിന്നെ എംപ്ലോയീസ് ഉണ്ടായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും, ഒറ്റക്കാണല്ലോ. പിന്നെ ഉണ്ടാവുക നമ്മൾ പർച്ചേസ് ചെയ്യുന്ന വെൻഡേഴ്സുകൾ ഉണ്ടാവും. സർവീസോ പ്രൊഡക്റ്റോ ഒക്കെ നമ്മൾ വേറെ ആൾക്കാരിൽ നിന്നും പർച്ചേസ് ചെയ്തിട്ട് അത് പെർട്ടിക്കുലർ രീതിയിൽ പ്രോസസ്സ് ചെയ്തിട്ടായിരിക്കും അതൊരു പ്രൊഡക്റ്റോ സർവീസോ ആയിട്ട് കസ്റ്റമേഴ്സിന് മുന്നിൽ എത്തിക്കുക. അപ്പോൾ ഇവരായിട്ടുള്ളൊരു ധാരണ ഉണ്ടാവും. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ കീപ്പ് ചെയ്യുന്ന റിലേഷൻസ് ആ പീപ്പിൾ ഇൻട്രാക്ഷൻസിലൂടെയാണ് ആ റിലേഷൻസ് ബിൽഡ് ആവുന്നത്. അപ്പോൾ ആ സ്റ്റേജിൽ നിന്നും നമ്മൾ ടീംസിനെ ഹയർ ചെയ്ത് അവരിലേക്ക് ഇത് കൈമാറുന്ന സമയത്ത്, മൊത്തത്തിൽ ആ കാര്യങ്ങൾ കൊടുക്കുന്ന സമയത്ത് എങ്ങനെയാണ് അവരോട് ഇൻട്രാക്ട് ചെയ്തത് എന്നുള്ള ഒരു ഡാറ്റ ഉണ്ടാവുമല്ലോ. അതുവരെ ഇൻട്രാക്ട് ചെയ്തൊരു രീതി ഉണ്ടാവും. ഈ രീതി നമ്മൾ കൈമാറൂല. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാണ് നമ്മൾ അത്രയും കാലം കസ്റ്റമേഴ്സിനോടും വെൻഡേഴ്സിനോടൊക്കെ ഡീൽ ചെയ്ത പോലെ ഇവർ ഡീൽ ചെയ്യും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനിലാണ് നമ്മളിത് കൈമാറുക. പലപ്പോഴും അങ്ങനെയല്ല സംഭവിക്കുന്നത്. നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം എങ്ങനെയാണ് ഇൻട്രാക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ സെയിൽസിലാണെങ്കിൽ കൃത്യമായിട്ടുള്ള സെയിൽസ് സ്ക്രിപ്റ്റുകൾ നമ്മൾ കൊടുക്കണം എന്നുള്ളതാണ്. എങ്ങനെയാണ് ഒരു പുതിയ ലീഡ് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു എൻക്വയറി വരുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ചോദിക്കേണ്ടത്, ഏത് തരത്തിലാണ് അവരെ അഭിസംബോധന ചെയ്യേണ്ടത്, ഏത് തരത്തിലാണ് അവരോട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ടത്, ഏത് സമയത്താണ് നമ്മൾ പ്രൈസ് പറയേണ്ടത്, ഇത്തരം ഡീറ്റെയിൽസുകളൊക്കെ നമ്മൾ എവിടെയാണോ എത്തിച്ച് നിർത്തിയിട്ടുള്ളത്. നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ ബിസിനസ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് നമ്മളെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഇങ്ങനെ ഓരോ രീതിയിലും ഘട്ടങ്ങളിലും ഇമ്പ്രൂവ് ആക്കി കൊണ്ടുവന്ന സാധനം അത് അവർക്ക് കൈമാറണം. അവരതിൽ മാത്രം ഈശോക്കോപ്പി അടിക്കുക എന്നുള്ളതല്ല അതിൽ ഉദ്ദേശിക്കുന്നത്. അവരതിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തുന്നുണ്ടാവും. അപ്പോൾ ആ കാര്യവും നമ്മൾ കൈമാറണം. കൃത്യമായിട്ട് ഒരു കോൺവെർസേഷണൽ സ്ക്രിപ്റ്റ് കൊടുക്കുക. അതേപോലെ തന്നെ ഒരു അതോറിറ്റി പൊസിഷനൊക്കെ നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ടാവും. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവില്ല, അവരെ മുമ്പിൽ ഇങ്ങനെ ഇരക്കണ രീതിയിൽ എന്തുണ്ടാവില്ല, ഈ വെൻഡേഴ്സിൻ്റെ അടുത്താണെങ്കിലും കസ്റ്റമേഴ്സിൻ്റെ അടുത്താണെങ്കിലും എടുക്കുന്നുണ്ടാവില്ല. നമ്മൾ സ്റ്റാൻഡിലായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നമ്മളെ സെയിൽസ് ടീമാണെങ്കിലും അല്ലെങ്കിൽ പർച്ചേസ് ടീമാണെങ്കിലും ഒക്കെ അവർ ആ സ്റ്റാൻഡിൽ തന്നെ നിൽക്കണം. അല്ലാണ്ട് സെയിൽസ് ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു സാഹചര്യത്തിലേക്ക് പോകാൻ പാടില്ല. നമ്മളെ ബിസിനസ്സിനെ അത് താളം തെറ്റിക്കും. അപ്പോൾ കൃത്യമായിട്ട് എന്ത് പൊസിഷനിങ് ആണ് നിൽക്കേണ്ടത്, അതേപോലെ തന്നെ കോൺവെർസേഷണൽ സ്ക്രിപ്റ്റുകൾ കൊടുക്കുക, ഏത് തരത്തിലാണ് അവരുമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ നമ്മൾ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് അതിന് ഇമ്പ്രൂവ് ചെയ്ത കുറേ പോയിന്റ്സുകൾ ഉണ്ടാവും. ഇന്ന രീതിയിലൊക്കെ ആവുന്ന സമയത്തായിരിക്കും നമ്മൾ ആ സ്റ്റൈൽ മാറ്റി പിടിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അത്തരം എക്സ്പീരിയൻസ് ഒക്കെ അവർക്ക് ഷെയർ ചെയ്യുക. അവരതിൽ നിന്നും നമ്മൾ എങ്ങനെയാണോ ബിൽഡ് ചെയ്തത് അതിനെക്കാട്ടും അടിപൊളിയായിട്ട്, കാരണം നമ്മൾ ഒറ്റക്കാവുന്ന സമയത്ത് കുറഞ്ഞ സമയങ്ങളിലായിരിക്കും ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഫുൾ ടൈം ആയിട്ട് തന്നെ അത് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെക്കാട്ടി അടിപൊളിയായിട്ട് അവരത് ഹാൻഡിൽ ചെയ്യുന്ന രീതിയിലേക്ക് അവരെ ഹെൽപ്പ് ചെയ്യണം. നമ്മൾ ഹയർ ചെയ്ത സ്റ്റാഫിനെ നമ്മൾ ഹെൽപ്പ് ചെയ്യണം. എന്നാൽ മാത്രമാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു റിസൾട്ട് ഈ സിസ്റ്റമൈസ് ചെയ്തൊരു ബിസിനസ് ആവുന്ന സമയത്ത്. പലപ്പോഴും ആൾക്കാർ പറഞ്ഞേക്കാം, ഇതിനെക്കാട്ടി നല്ലത് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണമായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ചെയ്ത സമയത്ത് ഇതിനെക്കാട്ടി അടിപൊളിയായിട്ട് നടന്നിരുന്നു, നിങ്ങളെ ഹയർ ചെയ്ത സമയത്ത് അല്ലെങ്കിൽ ഡെലിഗേറ്റ് ചെയ്യുന്ന സമയത്ത് അത്ര പോലും നടക്കുന്നില്ല എന്നുള്ള പരാതികൾ പറയും. പക്ഷേ ഈ എടുക്കുന്ന സ്റ്റെപ്പ് എടുത്തിട്ടുണ്ടാവില്ല. കൃത്യമായിട്ട് ഇത് പറഞ്ഞു കൊടുക്കണം എന്നുള്ളതാണ്. രണ്ടാമത്തെ പോയിന്റ്, മിക്സ്ഡ് റോൾ പ്ലേ ആയിരിക്കും. നമ്മൾ പേഴ്സണലി നമ്മൾ ബിസിനസ് റൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ പല റോളുകൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ പരിചയത്തിലുള്ള ഒരാളെ കാണുന്ന സമയത്ത് നമ്മൾ ബിസിനസ്സിൽ കൂട്ടാം എന്ന് വിചാരിച്ചിട്ട് അവരങ്ങോട്ട് ഹയർ ചെയ്യും. അവരെ നമ്മൾ ടീമിൽ ഒപ്പം കൂട്ടും. എന്നിട്ട് നമ്മൾ എങ്ങനെയാണോ മിക്സ്ഡ് റോൾ പ്ലേ ചെയ്തത് അതേപോലെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കും. ശരിക്കും അത് സാധ്യമാവില്ല എന്നുള്ളതാണ്. നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ട്രാക്ക് ചെയ്യണം. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ള ട്രാക്ക് ചെയ്തിട്ട് അതിനെ റോൾ സെഗ്മെൻറ്റേഷൻ ചെയ്യണം. അപ്പോഴാണ് നമ്മൾ മനസ്സിലാവുക നമ്മൾ ചെയ്യുന്ന പെർട്ടിക്കുലർ ടാസ്കുകളൊക്കെ എന്താണ്, സെയിൽസ് റിലേറ്റഡ് ആയിട്ടുള്ള ടാസ്കുകളാണ്, പെർട്ടിക്കുലർ ടാസ്കുകൾ പർച്ചേസ് റിലേറ്റഡ് ടാസ്കുകളാണ്, പെർട്ടിക്കുലർ ടാസ്കുകൾ ഓപ്പറേഷൻസുമായി ബന്ധപ്പെട്ട ടാസ്കുകളാണ്, പെർട്ടിക്കുലർ ടാസ്കുകൾ R&Dയുമായി ബന്ധപ്പെട്ട ടാസ്കുകളാണ്. അങ്ങനെ സെഗ്മെൻറ്റൈസ് ചെയ്തിട്ട് ആ സെഗ്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഹയർ ചെയ്യേണ്ടത്. ആ സെഗ്മെൻറ്റിലേക്ക് റോളുകളിലേക്കാണ് നമ്മൾ ആളുകളെ ഹയർ ചെയ്യേണ്ടത്. അങ്ങനെ ഹയർ ചെയ്തിട്ട് കൊടുക്കുന്ന സമയത്ത് ആ ഒരു ഓവർ എക്സ്പെക്റ്റേഷൻ നമുക്ക് വരില്ല എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം, നമുക്ക് മൾട്ടി ടാസ്ക് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടാവും. ഇവിടത്തിൻ്റെ ഒരു സബ് പോയിന്റ് തന്നെയാണ്.
നമുക്ക് എന്താണ് മൾട്ടി ടാസ്ക് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. കാരണം നമ്മൾ ബിസിനസ് ആണ്. അതേപോലെ നമ്മൾ ഹയർ ചെയ്യുന്ന എംപ്ലോയീസിന് മൾട്ടി ടാസ്കിങ് എബിലിറ്റി ഉണ്ടാവില്ല. നമുക്ക് ഒരേ സമയം സെയിൽസും ഓപ്പറേഷനും ഹാൻഡിൽ ചെയ്യാനൊക്കെ പറ്റുന്നുണ്ടാവും. പക്ഷേ അതെപ്പോഴും നമ്മൾ ഹയർ ചെയ്യുന്ന ആൾക്കാർക്ക് പറ്റണം എന്നില്ല. അപ്പോൾ അവിടെയൊക്കെ നമുക്കൊരു ഫ്രസ്ട്രേഷൻ അവിടെ വെറുതെ വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ റിയലിസ്റ്റിക് ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാം, ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ നടത്തണം എന്നുള്ളതാണ്. അപ്പോൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള ടാസ്ക് അലോക്കേഷൻസ് കൊടുക്കണം എന്നുള്ളതാണ്. നമ്മളെ ഒരു മാക്സിമം ക്യാപ്പബിലിറ്റി എബിലിറ്റി നമ്മൾ ഹയർ ചെയ്യുന്ന ആക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല. കാരണം നമ്മളുടെ മൈൻഡ് സെറ്റും അവരുടെ മൈൻഡ് സെറ്റും ഡിഫറെൻ്റ് ആണ്. നമുക്ക് ഒരു ബിസിനസ് മൈൻഡ് സെറ്റ് ആണെങ്കിൽ നമ്മുടെ എംപ്ലോയി മൈൻഡ് സെറ്റാണ് ഉണ്ടാവുക. അപ്പോൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ടാസ്ക് അലോക്കേഷൻ വേണം. ജസ്റ്റ് ടാസ്ക് അലോക്കേഷൻ മാത്രം പോരാ. അതാണ് 4ാമത്തെ പോയിന്റ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പേഴ്സണലി ഓർഗാനിക്കായിട്ട് നമ്മളിങ്ങനെ ഇമ്പ്രൂവ് ആവുന്നുണ്ടാവും. നമ്മൾ പെർഫോമൻസ് ഇമ്പ്രൂവ് ആക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. നമ്മളെ ടീം അതൊരിക്കലും ചെയ്യൂല. നമ്മുടെ ടീം ചെയ്യണമെങ്കിൽ ഈ 3 കാര്യങ്ങൾ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ടാസ്ക് അലോക്കേഷൻ കൊടുക്കുന്നതോടൊപ്പം തന്നെ ഈ മൈൻഡ് സെറ്റിലുള്ള മാറ്റം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ 3 കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഈ 3 കാര്യങ്ങളാണ് ആക്ച്വലി സിസ്റ്റം എന്നുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക, ബിസിനസ്സുകാരൻ്റെ മൈൻഡ് സെറ്റ് അല്ല എംപ്ലോയീസിന് ഉണ്ടാവുക. അപ്പോൾ കൃത്യമായിട്ട് ആ മൈൻഡ് സെറ്റിലേക്കുള്ള കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. അതിൽ ഒന്നാമതാണ് പ്രോസസ്സസ് എന്നുള്ളത്. നമ്മൾ ഫസ്റ്റ് പറഞ്ഞു, കോൺവെർസേഷൻ സ്ക്രിപ്റ്റ് കൊടുക്കുക, അതേപോലെ തന്നെ അതോറിറ്റി പൊസിഷനിങ് പറഞ്ഞു കൊടുക്കുക. ഇതൊക്കെ പ്രോസസ്സിൻ്റെ ഭാഗമാണ്. ഓരോ പോയിന്റിലും ഇന്ന സംഗതി വന്നു കഴിഞ്ഞാൽ, ഒരു ലീഡ് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇന്നത് ചെയ്യണം എന്ന് നമ്മൾ ഇങ്ങനെ ട്രാക്ക് ചെയ്ത് നമ്മൾ അവർക്ക് പ്രോസസ്സുകളാക്കിയിട്ട് കൊടുക്കണം. അതിന് ഏത് സമയത്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ഈ പോയിന്റുകളൊക്കെ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവും. 2ാമത്തെ പോയിന്റാണ് KPIs എന്നുള്ളത്. ഈ വരുന്ന ഓരോ ആൾക്കാരുടെയും പെർഫോമൻസ് അളക്കാനുള്ള അളവുകോലുകളാണ് ഈ KPIs. എത്രത്തോളം സെയിൽസ് ഹാൻഡിൽ ചെയ്യണം, എത്രത്തോളം ഫോളോ അപ്സുകൾ ഓരോ ദിവസവും ചെയ്യണം, അത് എന്താ പറയുക, ചെയ്ത് കഴിഞ്ഞിട്ട് ആർക്ക് റിപ്പോർട്ട് ചെയ്യണം, ഈ കാര്യങ്ങളൊക്കെ KPIs വരുന്നതാണ് റിപ്പോർട്ടിംഗ് എന്നുള്ളത്. ഇപ്പോൾ കൃത്യമായിട്ട് ആർക്ക് റിപ്പോർട്ട് ചെയ്യണം. ഇനീഷ്യലൊക്കെ നമ്മളൊരാളെ ഹയർ ചെയ്യുന്ന സമയത്ത് നമുക്കായിരിക്കും റിപ്പോർട്ട് ചെയ്യേണ്ടി വരിക. ആ ആൾ എല്ലാ വൈകുന്നേരങ്ങളിലും നമുക്ക് അയക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടാവും, ഇന്ന് എത്ര പുതിയ ലീഡ്സ് വന്നു, ഇന്ന് എത്ര പുതിയ ലീഡ്സ് നമ്മൾ ഫോളോ അപ്പ് ചെയ്തു, പഴയ ലീഡ്സിനെ എത്രത്തോളം ഫോളോ അപ്പ് ചെയ്തു, അവർ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്, ഇങ്ങനത്തെ റിപ്പോർട്ട് ഡെയിലി അവർ അയക്കട്ടെ. റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ വാട്സപ്പിൽ അവർ അയക്കട്ടെ. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക, അത് ബേസ് ചെയ്തിട്ട് നമുക്ക് അവരെ പെർഫോമൻസ് അളക്കാൻ പറ്റുക. അപ്പോൾ ഓരോ റോളിലെയും പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഓരോ റോളിലും ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചിട്ട് എന്ത് ചെയ്യാം, എന്താണ് അവിടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് എന്ന് നോക്കാം. സെയിൽസിലുള്ള ഇൻഡിക്കേറ്റേഴ്സ് ആയിരിക്കില്ല പർച്ചേസിലുണ്ടാവുക, അതായിരിക്കില്ല ഓപ്പറേഷൻസിലുണ്ടാവുക. ഒരു പ്രൊഡക്റ്റ് ടൈപ്പ് ബിസിനസ്സിലുള്ള ഇൻഡിക്കേറ്റേഴ്സ് ആയിരിക്കില്ല ഒരു സർവീസ് ടൈപ്പ് ബിസിനസ്സിലുണ്ടാവുക. അപ്പോൾ കൃത്യമായിട്ട് നമ്മളെ ബിസിനസ്സിൽ പെർഫോമൻസ് ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടിയിട്ട് അതിന് അളവുകോൽ വേണം. അപ്പോൾ എന്തൊക്കെ അളവുകോലാണെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ട് അത് സെറ്റ് ചെയ്യണം. 3ാമത്തതാണ്, അത് ബേസ് ചെയ്തിട്ട് ഒരു ഇൻസെൻറ്റീവ് പ്ലാൻ കൊടുക്കണം എന്നുള്ളത്. ഈ KPIs ബേസ് ചെയ്തിട്ട് എല്ലാവരും എന്താ ചെയ്യാറിയോ, മോശം പെർഫോമൻസ് ഉള്ള ആൾക്കാരെ ടെർമിനേറ്റ് ചെയ്യാനുള്ള ഒരു ടൂളായിട്ട് മാത്രമാണ് KPIs കാണുക. അപ്പോൾ എപ്പോഴും ഈ KPIs എന്നുള്ളത് എംപ്ലോയീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു നെഗറ്റീവ് ടേം ആയിട്ട് അവിടെ ഇങ്ങനെ നമ്മളുടെ ബിസിനസ്സിൻ്റെ സിസ്റ്റത്തിലുണ്ടാവും. പക്ഷെ അങ്ങനെയല്ല, അതിനൊരു പോസിറ്റീവ് സൈഡും കൂടെ ഉണ്ട്. നല്ല KPIs ഉള്ള അല്ലെങ്കിൽ നല്ല പെർഫോമിംഗ് ആയിട്ടുള്ള എന്താ പറയുക റിസൾട്ട് കാണിക്കുന്ന ഒരു എംപ്ലോയിക്ക് അതിനനുസരിച്ചുള്ള ഇൻസെൻറ്റീവ്സ് കൊടുക്കാൻ പറ്റണം. ഇങ്ങനെ ഈ 3 കാര്യങ്ങളിലൂടെ സിസ്റ്റംസും കൂടെ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പേഴ്സണലി നമ്മൾ ഉള്ളിൽ നിന്നുള്ളൊരു ഇൻട്രൻസിക് മോട്ടിവേഷൻ്റെ പുറത്ത് നമ്മളിങ്ങനെ ഓർഗാനിക്കായിട്ട് പെർഫോമിങ് ചെയ്യുന്നുണ്ടാവും, ബെറ്റർ ആവുന്നുണ്ടാവും. ആ ഒരു പ്രോസസ്സ് അതിലും അടിപൊളിയായിട്ട് സ്കെയിലബിൾ ആയിട്ട് നമ്മളെ ടീമിനെ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഈ 4 പോയിൻ്റാണ് ഒരു പേഴ്സൺ എന്നുള്ളൊരു ലെവലിൽ, അഥവാ സെൽഫ് എംപ്ലോയ്മെൻറ്റ് എന്നുള്ള ലെവലിൽ നിന്നും ഒരു ബിസിനസ് ലെവലിലേക്ക് മാറുമ്പോൾ സിസ്റ്റംസ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട 4 പോയിന്റ്സ്. അപ്പോൾ ഇത് ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇതിൽ നിങ്ങൾക്ക് ആഡ് ഓൺ ചെയ്യാനുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ ആഡ് ഓൺ ചെയ്യാം. നമ്മളിപ്പോൾ ഈ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും നിങ്ങൾ കമൻറ്റിൽ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് തരും, എങ്ങനെയാണ് എത്രത്തോളം അല്ലെങ്കിൽ അടുത്ത വീഡിയോസിന് അത് ഹെൽപ്ഫുൾ ആവുന്നുണ്ടാവും. അപ്പോൾ ഇതുമായി ഹെൽപ്പ് ആവുന്ന ആൾക്കാർക്ക് ഇത് ഷെയർ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.